ഹായ്, നമ്മളങ്ങനെ ബീച്ചിലേക്ക് പോവാണ്. കുറേ നമ്മൾ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങളിന്ന് പോകുന്നത് ബീച്ചിലോട്ടാണ്. കുറേ നാളായി പോകണമെന്ന് വിചാരിക്കുന്നു. സമയമില്ലാത്തത് കൊണ്ടും പിന്നെ വേറെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ എപ്പോഴും ഇതിൻ്റെ ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ള ഈ സൂപ്പർ മാർക്കറ്റിലോട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പോക്കുട്ടിന് ഡയപ്പർ അങ്ങനെയുള്ള 1-2 സാധനങ്ങളൊക്കെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തായാലും ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണെങ്കിൽ ബീച്ചിൽ പോകാൻ പറ്റിയ നല്ല ക്ലൈമറ്റാണ്. ചൂടും തണുപ്പും അങ്ങനെ നോർമലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി വരാനായിട്ട് പറ്റും. കുറച്ച് ഡേയ്സും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ചൂട് നല്ലോണം കൂടിക്കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് ആ സാധനങ്ങളൊക്കെ എടുക്കാം. മെയിനായിട്ട് നമ്മൾ പോക്കുട്ടന് ഡയപ്പർ വാങ്ങിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡയപ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിനി പോകുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബീച്ചിലോട്ടാണ്. അപ്പോൾ ജുമേറ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെപ്പോഴും വരുന്നത് ഇങ്ങോട്ട് തന്നെയാണ്. ഇവിടെ ആകുമ്പോഴധികം തിരക്കുണ്ടായിരിക്കില്ല. ഭയങ്കര കാമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ സൈഡ്. ബീച്ചിൻ്റെ അടുത്തുള്ള പാർക്കിംഗ് എല്ലാം ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കുറച്ച് കറങ്ങിയിട്ടാണ് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് നമുക്ക് നടക്കാനുണ്ട് ബീച്ചിലേക്ക്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് പോക്കുട്ടന് ബീച്ചിൽ കളിക്കാനുള്ള ടോയ്സ് വാങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ബീച്ചിലേക്ക് വരുന്നത്. അപ്പോൾ അത് അവൻ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പാർക്കിൽ പോയിട്ട് അത് വെച്ച് കളിക്കാറുണ്ട്, പക്ഷേ ബീച്ചിലേക്ക് ആദ്യമായിട്ടാണ് അതും കൊണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പറ്റിയ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. അധികം തിരക്കില്ലാത്തൊരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ വന്നിരുന്നത്. അവനാണെങ്കിൽ ടോയ്സൊക്കെ വേഗം എടുത്ത് കളിയൊക്കെ തുടങ്ങി. ബീച്ചിലിരുന്ന് കളിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഓൾമോസ്റ്റ് ഒരു 6:30 ഒക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി പോക്കുട്ടൻ്റെ കളിയൊക്കെ അവസാനിപ്പിച്ചിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ദൂരം ഒന്ന് അവിടേക്ക് നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചേ. അവിടെ ആണെങ്കിൽ കുറേ ആൾക്കാർ യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
അങ്ങനെ നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം. നമ്മൾ നേരത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നല്ലൊരു ഈവനിങ് ആയിരുന്നു നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് ഡേയ്സും കൂടി നമുക്ക് ഇതുപോലത്തെ നല്ല ക്ലൈമറ്റ് കിട്ടുള്ളൂ. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞാലും നമുക്ക് ഇതുപോലത്തെ ക്ലൈമറ്റ് വരിക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സൺഡേ ഇവിടെ കഴിഞ്ഞു. ബീച്ചിൽ പോകലും അതുപോലെ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു ഓഫ് ഡേ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഡ്യൂട്ടിക്ക് പോകാനായി. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോവാണ്. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.